വൈകാര സർഗഗുണമാകുന്ന പ്രകൃതിയും വൈകാര സർഗഗുണ വ്യക്താത്മാ പുരുഷനായി എന്നുടേ ആത്മാമായക്കനന്ത ഗുണം തന്നെ തന്നുടെ ഗുണങ്ങളാൽ വികൽപ്പ ബുദ്ധി തന്നെ ഉണ്ടാക്കിയിടുന്നു. വികാരങ്ങൾ ത്രിവിധമായി ഉണ്ടായത് ആധ്യാത്മിക, ആദിദൈവികം, പിന്നെ ആദിഭൗതികം. 3 ഇവറ്റിൽ ദൃഗ്രൂപമായി ശുദ്ധമായി കഥ്യോജന ജ്യോതിർവൽ സർവവ്യാപ്തമാകുന്നു. പരമാത്മ ചൈതന്യം ഏകമതും ഏകനെന്നറിയാതെ മായയാ ഗുണങ്ങളാൽ ഭേദമായി സങ്കല്പിച്ച് കൽപ്പിക്കഹേതുമായിട്ട് അന്യോന്യം ആത്മാവിന് ഗുണവും ഗുണങ്ങളിൽ ആത്മാവും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. 2 ആത്മാവു തന്നെ 2 കൽപ്പിക്ക നിമിത്തമായി ഗുണങ്ങൾക്കെല്ലാറ്റിനും താൻ തന്നെ അതിനായി അനുഭൂതികൾക്കെല്ലാം അഖിലസിദ്ധനായി വിരിക്കും ആത്മാവ് ഏകം അവൻ താൻ തന്നിലേറ്റം. പിന്നെ ജ്ഞാനേന്ദ്രിയ ചിത്താദി ഗുണക്ഷോഭാൽ ഉണ്ടാകുന്നിത് വികാരങ്ങളാൽ ഇവയെല്ലാം ഉണ്ടായത് ആദിമൂലകാരണ പ്രധാനാക്കി മഹത്വവും അതിൽ നിന്നിട്ടങ്ങ് അഹങ്കാരം സഹസാവികാരിയാം തൈജസൻ ഇന്ദ്രിയങ്ങൾ ഉണ്ടായത് ആത്മജ്ഞാനമായി അസ്ഥി നാസ്തി 2 ഭേദാർത്ഥനിഷ്ഠനായി വിവാദാത്മാവായി വേറായി തോന്നിയിടുന്ന മൂലമന്മായാലേ വെറുതെ ദ്വൈതം വ്യഹരിപ്പത് ഉദ്ധവ പ്രകൃതി മുമാണെന്ന് 2 വാചകം ചൊല്ലൂ. സകലാത്മകൻ തനിക്കല്ലാതെ വേറിട്ടില്ല. മായാബുദ്ധികളെല്ലാം 2 ഭ്രമിക്കുന്നു. മായാലോകങ്ങൾ പല ഭേദമായി അറിയുന്നു. ഇത്തരം പ്രകൃതി പുരുഷന്മാർ ഭേദം കേട്ടിട്ട് ഉദ്ധവർ സംസാരികളുടെ വൃത്തിക്ഷയം വിസ്തരിച്ചറിവാനായി 17ാമത് യുദ്ധം വസ്തുവാ മുകുന്ദനോടാണ് ചോദ്യം ചെയ്തു. കാര്യാദി സൃഷ്ടിയെല്ലാം ഞങ്ങളുടെ കർമ്മമെന്ന് കായവൃത്തികളായ മൂഢനം പറയുന്നു. ഏതിനാൽ ശോകത്തിങ്കൽ വിദ്വാൻമാർ വാഞ്ചിയാതെ മതിയിൽ കർമ്മബന്ധഹീനരായി ഭവിക്കുന്നു. ഇത്തരം കേട്ട നേരം മാധവൻ തന്റെ ഭക്തൻ ഉദ്ധവനോട് മോതാൽ പിന്നെ ഇവരുൾ ചെയ്തു. കേൾക്കടോ, പഞ്ചേന്ദ്രിയുക്തമായി ഒരു മനം നൃക്കൾക്ക് കർമ്മമായിരിക്കുന്നു. നൂനം മാനസം പോലെ അനുവർത്തിച്ചു കൊള്ളും ആത്മാമാനസം ദൃഷ്ടശ്രുത വിഷയധ്യാനനായി ചിന്തിച്ച് പുന ചെയ്യുന്നു കർമ്മതന്ത്രം. സ്മൃതിയായി അത് മറ്റൊന്നായാൽ മറ്റേത് ശമം. വിഷയനിവേശത്താൽ മാനസമാത്മാവിനെ വിഷയം വിട്ട് സ്മരിച്ചിടുകയില്ലതാനും പൂർവ്വദേഹങ്ങൾ തന്റെ അത്യന്ത വിസ്മൃതിയെ കേവലം മരണം എന്നുള്ളതും അറിയാനേ. വിഷയം ഒന്നു തന്നെ ഭുജിച്ചിട്ടത് വിട്ടാൽ വിഷയമൊന്ന് മരിക്കുന്നതെന്നറിഞ്ഞാലും വിഷയം ഒന്നിനാരംഭിച്ചത് സിദ്ധമാകുമ്പോൾ ജനനം ഒന്നു വന്നത് ഇല്ല സംശയമേ. വിഷയം മനസ്സിന് ജനനമരണങ്ങൾ വിഷയത്യാഗം സംസാരമറ്റതല്ലോ. സ്മൃതിയാം ദേഹാന്തരം ഞാനെന്ന് കൊള്ളുന്നത് അതിനെ ജനനം എന്നിങ്ങനെ ധരിച്ചാലും ജനിച്ച ഭാവം കൊണ്ട് ജനങ്ങൾ ബഹുമായി മനസ്സിൽ വിഷയങ്ങൾ സ്വീകരിക്കുന്നു. സ്വപ്ന സന്നിഭമല്ലോ തൻ മനോരഥമാകെ. സ്വപ്നത്തെ തന്നെ കഴിഞ്ഞത് ചിന്തിപ്പിയില്ലല്ലോ. ഇത്തരം
ഇവിടത്തിൽ പൂർവഭാവാവസ്ഥയിൽ ചിത്തത്തിൽ ഇനി വന്നിടുന്നത് നോക്കി കണ്ട് ഇന്ദ്രിയ വിഷയത്താൽ തൃപ്തിയില്ലായ മൂലം നിന്ന് ശോഭിക്കുന്ന ഇത് വസ്തുവാകുന്നത് അന്നിൽ ബഹിർബുദ്ധികൾ പോലും സജ്ജനം എന്ന പോലെ ബഹിർഭാഗത്തും അന്തർഭാഗത്തും ഇവ മൂന്നും ഭൂതാദി ശരീരങ്ങൾ നിത്യമായി ഭവിക്കുന്നു. ചേതസി ബഹിർമുഖം അന്തർമാനസനില്ല കാലലക്ഷ്യങ്ങൾ വേഗാൻ സൂക്ഷ്മാർത്ഥം അറിവില്ല ബാലന്മാർ പോലെ മായാവശന്മാരായുള്ളവർ ജാലവോ ലഗ്നോ വൃക്ഷം തന്നിലെ ഫലങ്ങൾ പോൽ കാലാത്മാ തന്നിൽ ശുദ്ധമായിരിക്കുന്നതാണ്. സർവഭൂതങ്ങൾ വയോവസ്ഥാതി യാതൊന്നത് സർവവും മായാകൃതം പുരുഷൻ ദീപം പോലെ മായയായി അത് ധൂമം ജ്വാല പോൽ ധ്രുവം പുമാൻ ഏവം ഇങ്ങനെ മായാ പ്രകൃതി എന്നിതെല്ലാം മിഥ്യാബുദ്ധികൾ എന്റെ ചിന്തിതം ഇവയല്ല. ആദ്യമാൻ തന്നെ കർമ്മബീജത്തെ കൊണ്ട് ജനിക്കുന്നത് ദാരു സംയുത വന്യ പോലെ മാനസഭ്രാന്തി കൊണ്ട് മരണം ഭവിക്കുന്നു. അഗ്നിപോൽ പുമാൻ കർമ്മബീജമാനസം കാഷ്ടം അഗ്നിദാൻ ദഹിച്ച് ഒപ്പം അദ്വൈതമടയിൽ കേൾക്കട്ടോ നിഷേകവും ഗർഭവും ജനനവുമാക്കുവാൻ ബാല്യം പിന്നെ കൗമാരം യൗവനവും വാർദ്ധക്യം ജര മൃത്യു നാശം ദേഹത്തിന്നിവ വിധിപ്പു നവം പിന്നെ ഹിതവും മനോരഥം എന്റേത് നിന്റേത് എന്ന് വാദിച്ചിടുന്നത് അതും തന്നുടെ ദേഹത്തിന്റെ ധർമ്മങ്ങൾ തന്നെയല്ലോ. ആത്മാവിന്നിക ഗുണസംഘത്തിൽ നിന്ന് തന്നെ സ്വാത്മാ ഭാര്യാദി പുത്ര കളത്ര പിതൃ മിത്രബന്ധങ്ങൾ കൂടുന്നതും വേർപെടുന്നതും ഭവബന്ധവും മൃത്യു വസ്തുഭേദങ്ങൾ നാനാത്വമാം അറിവും ദ്വൈതമായ ലക്ഷണം ഇവയെല്ലാം തരുവൻ ബീജം പോലെ യാതൊരു ഗുണങ്ങളാ കാരണം ഇത് വാർത്താൽ തരുവിങ്കേന്ന് ബീജം വേറിട്ടിട്ടിരിക്കുമ്പോൾ തരുവിങ്കേന്ന് വേറായിരിക്കുന്നതോ ജീവൻ ഈ വണ്ണം അറിഞ്ഞാലും പരമാത്മാവ് തന്നെ ചിന്തിച്ചിട്ടറിഞ്ഞ് അതിൽ പരമാർത്ഥമാ തത്വഗ്രഹണമില്ലായകയാൽ സംസാരാദികൾ പുമാന്മാർക്കരെന്നറിഞ്ഞാലും സംസാരമൂലം ഗുണബന്ധം എന്നതേ വേണ്ടു. സാത്വിക സംഘം ഹേതുവായിട്ട് ദേവമുനി ചിത്തവിഭ്രമാൻ രജോ ഗുണത്താൽ നരാസുരതാമസാ തിരിയക്കാരി വർഗങ്ങൾ ഗുണത്രയ കർമ്മങ്ങൾ കൊണ്ട് ഭ്രമിച്ചിടും. ഇത് ഏവമെന്നാൽ ഗായകജനം അനുനർത്തകന്മാരെന്ന പോൽ മതിയും ഗുണയുക്തമായിട്ട് ജലം തന്നെ പ്രതിബിംബിച്ചു വൃക്ഷമിളകും പോലെ തന്നെ നേത്രത്തിൽ നാനാബന്ധം കാണുകയാൽ ഗുണബന്ധം മതിയും ഇളക്കിയിട്ട് ഒരുമിച്ച് കാണുന്നത് മാനസരി ബുദ്ധി തന്നെ അനുഭവം നൂനം. എങ്ങനെയെന്നാൽ വിദ്യാസ്വപ്ന ദൃശ്യം പോലാത്മാ സംസാര ഗുണമനന്തനുടെ സ്വപ്നത്തിങ്കൽ കാമമാം അർദ്ധാഗമം അങ്ങനെ അതുപോലെ അർദ്ധാശാബുദ്ധി നിവർത്തിക്കുകയുമില്ല. വാർത്ത മിഥ്യാസ്വപ്നവൽ ഭ്രമിച്ചിടുന്നു വിഷയങ്ങൾ ധ്യാനരായിട്ടിരിക്കുന്നത് പാർത്താൽ വെറുതെ ഫലമില്ല, ഭ്രമിക്കുന്നതേ ഫലം. ഹതമായി അസത്തായ വിഷയനാനാത്വത്തിൽ കൂടുക കൊണ്ട് സത്തായിരിക്കും ആത്മാവതും മാടലായി വികല്പമായി ഭ്രമിച്ചിരുന്നു കാണുക. അതിനാൽ വികല്പ വിഭ്രമത്തെ നശിപ്പിച്ച് തത്വക്കളുടെ കേന്ദ്രീയ പ്രപഞ്ച വിഷയങ്ങൾ കളയുന്നത് ശാപവചനം തല്ലുകൊണ്ടും കളവും പറയുന്നോരെന്നുള്ള പരിഹാസം അജ്ഞാനമലമൂത്രത്തിങ്കിൽ നിന്നോരോന്നതും അജ്ഞാന ജനകേതു ചലനമതികളെ തേച്ചും മോക്ഷാർത്ഥിയായി ഏറ്റവും പണിപ്പെട്ട് ആത്മാവിനാൽ ചിന്തിച്ചു തെളിഞ്ഞിട്ട് സ്വാത്മാരാമന്മാർ വിളങ്ങിയിടുന്നതറിയാൻ നീ